അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ശരിക്കും കൊണ്ടുപോയി എത്തിക്കും. ചില മനുഷ്യന്മാരുണ്ടാവും, അത് ചില മനുഷ്യന്മാരുണ്ടാവും. ഇപ്പൊ ഒരാൾക്ക് അസുഖം വന്നു, അപ്പൊ നമ്മോട് ഒരുത്തം പറയാം അത് വലിയൊരു ഓപ്പറേഷൻ വേണം, വലിയ സംഖ്യ വരും. അപ്പൊ എന്നോട് ആരോ പറഞ്ഞു, ഇങ്ങനെ മാതാ അമൃതാമന്റെ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയാൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന പറഞ്ഞത്. ഞാൻ അവിടെ പോകാൻ ആലോചിക്കുകയാണ്. നമ്മളെന്ത് പറയും? എടാ അവിടെ പോണ്ട, അവിടെ പോണ്ട, ഫ്രീ കിട്ടും പക്ഷെ പോണ്ട. എന്താ കാരണം? ഈമാൻ തെറ്റാനൊരു സാധ്യത ഉണ്ട്. ചികിത്സയാണ് കിട്ടുന്നതെങ്കിലും അവിടുന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു മാസം അവിടെ കിടന്നൊക്കെ പോരുമ്പോഴേക്ക് ഒരു പക്ഷെ ഓന്റെ മനസ്സിൽ അമ്മയെപ്പറ്റി ചില വിശ്വാസമൊക്കെ ഉണ്ടാകാൻ അതൊരു കാരണമായി മാറും. അതുകൊണ്ട് തൽക്കാലം അവിടെ പോണ്ടെന്ന് പറയും. അതാണ് വ്യത്യാസം. വല്ലാത്ത പരിപാടികളൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. വേറൊരു മതസ്ഥന്റെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ആ മതത്തിലേക്ക് പോകുന്നുള്ള കാഴ്ചപ്പാടുണ്ടല്ലോ. നിന്റെയൊക്കെ തലക്ക് ഉള്ളിൽ നിറച്ചും ഭയങ്കര ബുദ്ധിയാട്ടോ. സമ്മതിക്കണം. നിന്റെയൊക്കെ ഷിർക്കാവും ഷിർക്ക്, കോപ്പാവും കോപ്പ്. വേറെ വല്ല പണിയുണ്ടോ നോക്കട ചങ്ങായി. നീ കൊടുക്കുമോ ഈ ആളുകൾക്ക് പൈസ? 10 പൈസ കൊടുക്കുകയില്ല, മറ്റുള്ളവർക്ക് പൈസ വാങ്ങിച്ച് വയ്ക്കുകയും ചെയ്യും. എന്നിട്ട് ഈ സീസ് കോണത്തിലെ വർത്താനം പറയും. നിനക്കൊക്കെ വേറെ വല്ല പണി ചെയ്യാൻ പാടില്ലേ? ഇവന്റെയൊക്കെ തലയിലും മനസ്സിന്റെ ഉള്ളിലൊക്കെ ഈ വിഷം ബാധിച്ചൊക്കെ വിഷം, ആ വിഷം ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കും. ഇതൊന്നും വലിയ കാര്യമാക്കണ്ട കേട്ടോ. ഈ സീസ് ടീമുകൾ ഇങ്ങനെ കുറെ എണ്ണങ്ങളുണ്ട്, നല്ലവരും ഉണ്ട്. പക്ഷെ ഈ സീസ് വേറെ ഈ വൃത്തികെട്ട മനസ്സുമായിട്ട് നടക്കുന്ന ഈ ജന്തുക്കളുണ്ട്. ആ ജന്തുക്കളുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതൊന്നും വലിയ കാര്യമാക്കണ്ട. എന്നാലും വല്ലാത്ത ജാതിയാണ് കേട്ടോ നീയൊക്കെ.